നെയിൽ പോളിഷൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് പോവാം. അതാണ് നല്ലത്. അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ഇവിടെ വെറുതെ ഒക്കെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഒക്കെ ഒന്ന് ഇടണം. എന്തൊരു ചേലാണ് നെയിൽ പോളിഷിന്, എന്തൊരു ചേലാണ്. നോക്കി എന്തോ കളറാണ്, സൂപ്പർ കളറാണ്. കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കളർ. ഇത് റെഡല്ല, റെഡ് ഞാൻ എടുത്തില്ല. ഒരു സൈസ് വേറൊരു കളറാണ്, ഒരു പുതിയ ഇതാണ്. പുതിയ കളർ ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നതാണ്. എനിക്ക് പുതിയ പുതിയ കളറുകളെ അവർ തരുള്ളൂ, അല്ലാതെ വെറുതെ ഓൾഡ് കളറൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല. കാശ് മുടക്കി വാങ്ങിക്കുമ്പോൾ ഞാൻ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളറുകളെ, അതുപോലെ തന്നെ ഓൾഡ് സാധനമൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ന്യൂ സാധനങ്ങൾ വരുന്ന ന്യൂ സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം എനിക്കതാണ് ഇഷ്ടം. അല്ലാതെ പഴയ സാധനങ്ങൾ കാശ് മുടക്കി ഇത് ഞാൻ വാങ്ങിക്കില്ല, എനിക്കിഷ്ടമല്ല. കളറൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടില്ലേ ശരിയാവില്ല. ചിലരൊക്കെ ഇങ്ങനെ പോകാൻ നേരം ഇങ്ങനെ കാലിൻ്റെ നെയിൽ വരെ റെഡിയാക്കി ഇങ്ങനെ പോകുന്നവർ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഞാനിങ്ങനെയാണ്, എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെയാണ് സത്യം. എവിടെ സമയമാകുമ്പോഴും എല്ലാം കറക്റ്റാക്കി റെഡിയാക്കിയേ പോവുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ പോവില്ല. അല്ല വെറുതെ കിടക്കപ്പായെ നിണ്ണി ചൂന്നിയൊരു ശീലമേ എനിക്കില്ല. ചിലരൊക്കെ അങ്ങനെയാണ്, വെറുതെ അങ്ങ് എണ്ണിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. ഇതിന് ഉണങ്ങണ്ടേ? ഉണങ്ങണമല്ലോ അല്ലേ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ഉണങ്ങാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സംഭവം ഒരു കളറ് സൈഡങ്ങ് പോയി. മതി. കൊള്ളില്ലേ? സൂപ്പറല്ലേ? കണ്ട് കാല് കാണത്തില്ല. കണ്ടോ, കാലയിലൊക്കെ ഉണ്ട് നല്ല കളറാണ്, കാല് കാണത്തില്ല. കാല് കാണിക്കാമേ. ഇതുണ്ട്, കണ്ടോ? കാലയിലെ നെയിൽ പോളിഷ് നല്ല കളറാണ്. ഇത് തന്നെ കളറാണ് അതും. രണ്ട് കാലയിലും ഇത് തന്നെ, കണ്ടോ? അതാണ് ഇന്നത്തെ ഈ പോകുന്നതിനോടനുബന്ധിച്ച് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. അയ്യോ, പോകുന്നതിനോട് ഞാൻ എവിടെ പോകാനും റെഡിയാകുന്ന സമയത്തെല്ലാം മുടിയെല്ലാം റെഡിയാക്കുക, നെയിൽ പോളിഷ് റെഡിയാക്കുക, എല്ലാം റെഡിയാക്കി കറക്റ്റായാൽ പോകുന്നു. അതാണ് എൻ്റെ യാത്ര. ചെറുപ്പം മുതൽ അങ്ങനെയാണ്, എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, ബൈ ബൈ.